സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ ഒരു കാലഘട്ടം വരാനുണ്ട്. യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, വിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്. വയുസല്ലൂന ഫിൽ മസ്ജിദി, അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരുമാണ്. പക്ഷേ വലൈസ ഫീഹിൽ ഈമാൻ, അവരിൽ വിശ്വാസം ഉണ്ടാവില്ല. ഈമാൻ ഇല്ലാതെ പള്ളിയിൽ വരും, നിസ്കരിക്കും, ഖുർആൻ ഓതും. അങ്ങനത്തെ ഒരു കാലം ലോകാവസാനത്തിന്റെ മുൻപ് അങ്ങനെ ഒരു കാലഘട്ടം വരും. ഈമാനാണ് എന്തിൻ്റെയും മുന്നേ വേണ്ടത്. വിശ്വാസം ഉണ്ടായിട്ട് എന്തും ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈമാനില്ലാതെ ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകും എന്നാണ് മഹാനായ തങ്ങൾ പറഞ്ഞു. കലാമുഹു, ഒരാൾ ധാരാളം സംസാരിക്കുന്ന ആളാണെങ്കിൽ വർത്താനം ഇങ്ങനെ നല്ലോണമുണ്ട്, എന്നാൽ കതുറതുലോഹു, അയാളുടെ പാപങ്ങൾ വർദ്ധിക്കും. നല്ലോണം വർത്താനം പറയുന്ന മഹാന്മാരായ ആളുകൾ ഒക്കെ മനുഷ്യരുമായിട്ടുള്ള സംസാരം പരമാവധി ചുരുക്കുകയും അള്ളാഹുവുമായിട്ടുള്ള സംസാരം വളരെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഏത് മഹാന്മാരുടെ ചരിത്രം ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർ മനുഷ്യരുമായി ഇടപഴകലും സംസാരിക്കലും വളരെ അപൂർവമായിരിക്കും. എന്നാൽ അള്ളാഹുവുമായിട്ട് ധാരാളം സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മനുഷ്യരുമായുള്ള സംസാരം വർദ്ധിച്ചാൽ കതുറ ദുനൂബഹു, പാപങ്ങൾ വർദ്ധിക്കും. ഒമൻ കതുറ ദുനൂബഹു, പാപങ്ങൾ വർദ്ധിച്ചാലോ, പാപം വർദ്ധിച്ചാൽ തൗബ ചെയ്താൽ പോലെ എന്നായിരിക്കും തോന്നുന്നത്. പക്ഷെ പാപങ്ങൾ വർദ്ധിച്ചാൽ മാത്ത ഖൽബുഹു, ഹൃദയം ചത്തുപോകും. ഹൃദയമാണല്ലോ അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഒമൻ മാത്ത ഖൽബുഹു, ഒരാളുടെ ഖൽബ് ചത്താൽ, ഹൃദയം ചത്താൽ ദഖല ഫിന്നാർ, അയാൾ നരകത്തിൽ കടക്കും. പിന്നെ അയാൾ എങ്ങനെ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും എങ്ങനെ നന്മ